ഹരേ കൃഷ്ണ. എന്ന ഡേറ്റ് 18 മെയ് 2022. നമുക്ക് തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണു ശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം വിഷജീവ വിരോഗിനാം ഹൃദയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ വൃതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഹരേ നാരായണ. നമുക്ക് തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. ദശമസ്കന്ധം അത 50തമോऽധ്യായः. ശ്രീശുക ഉവാച. ഇത്തം സോനുഗൃഹീതോऽംഗ കൃഷ്ണേന ഇക്ഷ്വാകുനന്ദന തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖാത്. സ വീക്ഷ്യ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വീരുധ്വനസ്പതീൻ മത്വാ കലിയുഗം പ്രാപ്തം ജഗാമദിശമുത്തരാം. തപ ശ്രദ്ധായുധോ ധീരോ നിസ്സംഗോ മുക്ത സംശയ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ്ഗന്ധമാദനം. ബദര്യാശ്രമമാസാദ്യ നരനാരായണാലയം സർവദ്വന്ദ്വസഹശാന്ത തപസാരാധയദ്ഹരിം. ഭഗവാൻ പുനരാവൃജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വാ മ്ലേച്ഛബലം നിന്യേ തദീയം ദ്വാരകാം ധനം. നീയമാനേ ധനേ ഗോപീർ നൃഭിശ്ച അച്യുതചോദിതൈഃ ആജഗാമ ജരാസന്ധ ത്രയോവിംശത്യനീകവാം. വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവോ മനുഷ്യചേഷ്ടാമാപന്നോ രാജൻ ദുദ്രുവദുർധൃതം. വിഹായ വിത്തം പ്രചുരം അഭീതോ ഭീരുഭീതവത് പദ്ഭ്യാം പത്മപലാശാഭ്യാം ചേരദുർബഹുയോജനം. പലായമാനോ തൗ ദൃഷ്ട്വാ മാഗധ പ്രഹസൻ ബലീ അന്വതാവത് രഥാനീകൈഷയോരപ്രമാണവിത്. പ്രധൃത്യ ദൂരം സംശ്രാന്തൗ തുംഗമാരുഹതാം ഗിരിം പ്രവർഷണാഖ്യം ഭഗവാൻ നിത്യതാ യത്ര വർഷതേ. ഗിരൗ നിലീനൗ ആജ്ഞായ നാധിഗമ്യ പദം നൃപ ദദാഹ ഗിരിമേതോഭി സമന്താദഗ്നിമുത്സൃജൻ. തത ഉത്പത്യ തരസാ ദഹ്യമാന തടാതുഭൗ ദശൈകയോജനോത്തുംഗാത് നിവേദതു അധോ ഭുവി. അലക്ഷ്യമാണോ രിപുണാ സാനുഗേന യദൂത്തമോ സ്വപുരം പുനരായാതോ സമുദ്രപരികാം നൃപ. സോവി ദഗ്ധൗ ഇതി മൃഷാ മന്വാനോ ബലകേശവൗ ബലമാകൃഷ്യ സുമഹത് മഗധാൻ മാഗധോ യയൗ. ആനർത്താധിപതി ശ്രീമാൻ രേവതോ രേവതിം സുതാം ബ്രഹ്മണാ ചോദിത പ്രാതാത് ബലായേതി പുരോദിതം. ഭഗവാനവി ഗോവിന്ദ ഉഭയേ മേ കുരുദ്വഃ വൈദർഭീം ഭീഷ്മകസുതാം ശ്രിയോ മാത്രാം സ്വയംവരേ. പ്രമദ്യ തരസാരാജ്ഞാ സാൽവാദീം ചൈദ്യപക്ഷകാൻ പശ്യതാം സർവലോകാനാം താക്ഷ്യപുത്ര സുതാമിവ. രാജോവാച. ഭഗവാൻ ഭീഷ്മകസുതാം രുക്മിണീം രുചിരാനനാം രാക്ഷസേന വിധാനേന ഉപയേമ ഇതി ശ്രുതം. ഭഗവൻ ശ്രോതുമിച്ഛാമി കൃഷ്ണസ്യാമിത തേജസാ യഥാ മാഗധ സാൽവാധീൻ ജിത്വാ കന്യാമുപാഹരത്. ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യാമാധീർലോകമലാവഹാം കോനു തൃപ്യേത ശൃണ്വാന ശ്രുതജ്ഞോ നിത്യനൂതനാഹം. ശ്രീശുക ഉവാച. രാജാസീത് ഭീഷ്മകോ നാമ വിദർഭാധിപതിർമഹാൻ തസ്യ പഞ്ച അഭവൻ പുത്രാ കന്യൈകാ ച വരാനനാ. രുക്മ്യഗ്രജോ രുക്മരഥോ രുക്മബാഹുരനന്തര രുക്മകേശോ രുക്മമാലി രുക്മിണ്യേഷാം സ്വസാ സതി. സോപശ്രുത്യമുകുന്ദസ്യ രൂപവീര്യഗുണശ്രിയ ഗൃഹാഗതേ ഗീയമാനാ തം മേനേ സദശം പതിം. താം ബുദ്ധിലക്ഷണ ഔദാര്യ രൂപശീലഗുണാശ്രയാം കൃഷ്ണശ്ച സദശീം ഭാര്യാം സമുദ്ഘോടം മനോദദേ. ബന്ധൂനാമിച്ഛതാം ദാതും കൃഷ്ണായ ഭഗിനീം നൃപ തതോ നിവാര്യ കൃഷ്ണദ്രുക്മീ ചൈദ്യമമന്യത. തദവേത്യസിതാപാംഗിം വൈദർഭീ ദുർമനാഭൃശം വിജിന്യാപ്തം ദ്വിജം കഞ്ചിത് കൃഷ്ണായ പ്രാഹിണോദ്ധൃതം. ദ്വാരകാം സമഭ്യേത്യ പ്രതീഹാരേ പ്രവേശിത അവശ്യാദാദ്യം പുരുഷം ആസീനം കാഞ്ചനാസനെ. ദൃഷ്ട്വാ ബ്രഹ്മണ്യദേവസ്ഥം അവരുഹ്യ നിജാസനാത് ഉപവേശ്യ അർഹ്യാഞ്ചക്രേ യഥാത്മാനം ദിവൗഗസ.
തം ഭുക്തവന്തം വിശ്രാന്തമുപഗമ്യ സദാം ഗതി പാണിനാമവിമൃശൻ പാദൗ അവ്യഗ്രസ്തമപൃച്ഛതം കച്ചിത് ദ്വിജവരശ്രേഷ്ഠ ധർമ്മസ്ഥേ വൃദ്ധസമ്മത വർത്തതേന അധികൃച്ഛ്രേണ സന്തുഷ്ട മനസഃ സദാ സന്തുഷ്ടോ യർഹി വർത്തേത ബ്രാഹ്മണോ യേന കേനചിത് അഹീയമാന സ്വാധർമാത് സ ഹ്യസ്യാഖിലകാമദുഗ് അസന്തുഷ്ടോ അസുഹൃത് ലോകാൻ ആപ്നോത്യഭിസുരേശ്വര അകിഞ്ചനോപി സന്തുഷ്ട ഛേദേ സർവാംഗവിജ്വരാം വിപ്രാൻ സ്വലാഭസന്തുഷ്ടാൻ സാധുൻഭൂതസുഹൃത്തമാൻ നിരഹങ്കാരിണ ശാന്താൻ നമസ്യേ ശിരസാ സകൃത് കച്ചിദ്വ കുശലം ബ്രഹ്മൻ രാജതോ യസ്യ ഹി പ്രജാ സുഖം വസന്തി വിഷയേ ബാല്യമാനാ സമേ പ്രിയ യതസ്തമാഗതോ ദുർഗം നിസ്തീര്യേഹ യദിച്ഛയാ സർവം നോ ബ്രൂഹ്യ ഗുഹ്യം ചേത് കിം കാര്യം കരവാമതേ ഏവം സംപ്രശ്നോ ബ്രാഹ്മണ പരമേക്ഷിണ ലീലാഗൃഹീതദേഹേന തസ്മൈ സർവമവർണയത് രുക്മിണ്യുവാചാം ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണവിവരേ ഹരതോങ്കതാപം രൂപം ദൃശാം ദൃശിമതാം അഖിലാർത്തലാഭം ത്വയ്യ അച്യുതാ വിശതി ചിത്തമവത്രപം മേ കാത്വാ മുകുന്ദമഹദീ കുലശീലരൂപവിദ്യാവയോദ്രവിണതാമഭിരാത്മതുല്യം ധീരാപതിം കുലവതീന വൃണീതകന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം തന്മേ ഭവാൻ ഖലു വൃതപ്പതിരംഗജായാം ആത്മാർപ്പിതശ്ച ഭവതോത്ര വിഭോ വിദേഹി മാ വീരഭാഗമഭിമർശതു ചൈദ്യ ആരാത് ഗോമായുവത് മൃഗപതേർബലിമംബുജാക്ഷാം പൂർത്തേഷ്ടദത്ത നിയമവ്രതദേവ വിപ്ര ഗുർവർച്ചനാധിവിരലം ഭഗവാൻ പരേശ ആരാധിതോ യതി ഗദാഗ്രജയേത്യപാണിം ഗൃഹാതുമേന ധമഘോഷസുതാദയോന്യേ ശോഭാവിനീത്വമജിതോദ്ധനെ വിദർഭാൻ ഗുപ്തസമേത്യ പ്രധനാപതി വിപരീത നിർമധ്യ ചൈദ്യമകേന്ദ്രേന്ദ്രബലം പ്രസഹ്യ മാം രാക്ഷസേന വിധിനോദ്വഹ വീരശുൽക്കാം അന്തഃപുരാം ധരചരീമനിഹത്യ ബന്ധും ത്വാമുദ്വഹേ കഥമിതി പ്രവദാമ്യുപായം പൂർവേദുരസ്തി മഹതീ കുലദേവി യാത്ര യസ്യാം ബർഹിന്നവ വധൂർഗിരിജാമുപേയാത് യസ്യംഘ്രിപങ്കജരജസ്നപനം മഹാന്തോ വാഞ്ച്യന്ത്യുപാ ഉമാപതിരിവാത്മവോ വഹത്യേ ഹർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിः സ്യാത് യസ്യംഘ്രിപങ്കജരജസ്നവനം മഹാന്തോ വാഞ്ഛന്തി ഉമാപതിരിവാത്മതമോ വഹത്യേ ഹർഹ്യംബുജാക്ഷ ന ലഭേയ ഭവത്പ്രസാദം ജഹ്യാമസൂൻ വ്രതകൃശാൻ ശതജന്മഭിः സ്യാത് ബ്രാഹ്മണോ വാച ഇത്യേതേ ഗുഹ്യസന്ദേശാ യദുദേവ മയാ ഹൃദാ വിമൃശ്യ കർത്തും യച്ഛാദ്ര ക്രിയതാം തദനന്തരം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംഹിതായ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹ പ്രസ്താവേ പഞ്ചാശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ പറയണത് 10ാമത്തെ സ്കന്ധത്തിലെ 52ാമത്തെ അധ്യായം. ശ്രീ ശുക്ര മഹർഷി പരീക്ഷിത് മഹാരാജാവിന് അടുത്ത 3 അധ്യായങ്ങളെ കൊണ്ട് ഭഗവാന്റെ വിവാഹത്തെ പറ്റിയിട്ടുള്ള, രുക്മിണിയായിട്ടുള്ള വിവാഹത്തെ പറ്റിയിട്ടുള്ള കഥകളൊക്കെയാണ് പറയുന്നത്. നമുക്ക് ഈ 52ാമത്തെ അധ്യായത്തിലെ ആ കഥ ആദ്യം ഒന്ന് പറയാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തി, മുചുകുന്ദനെ ഭഗവാൻ അനുഗ്രഹിച്ചു. മുചുകുന്ദൻ അവിടുന്ന് യാത്രയായി. അതിനുശേഷം ഭഗവാൻ പെട്ടെന്ന് തിരിച്ചു. അപ്പോൾ മുചുകുന്ദൻ പുറത്തു വന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഈ മനുഷ്യന്മാരെയൊക്കെ കണ്ടു. അവർക്കൊക്കെ ഉയരം കുറഞ്ഞിരിക്കുന്നു. അതുമാതിരി മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം സ്വർഗത്തിലല്ലേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭൂമിയിലത്തെ ആ കാര്യങ്ങൾ കണ്ടപ്പോൾ ഇത് കലിയുഗം അടുത്തു എന്ന് മനസ്സിലായി. അതുകൊണ്ട് നേരെ അദ്ദേഹം എവിടെ നിന്നില്ല, നേരെ വടക്കോട്ട് പോയിട്ട് ബദരി ആശ്രമത്തിൽ പോയിട്ട് തപസ് ചെയ്തിട്ട്
അവിടുന്ന് അങ്ങനെ തൻ്റെ തപസ്സുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ മുരുകുന്ദൻ്റെ കഥ ആ ഭാഗം കൊണ്ട് നിർത്തി ശ്രീശുക ബ്രഹ്മർഷി. അതിനുശേഷം പറഞ്ഞു, ഭഗവാൻ ആ ഗുഹയിൽ നിന്ന് പുറത്തു വന്നു, നേരെ ദ്വാരകയിലേക്ക് എത്തി. അപ്പോഴേക്കും അവിടുന്ന് ബലരാമനും സൈന്യങ്ങളൊക്കെ റെഡിയായി. ജരാസന്ധൻ വന്നിട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുക, മധുര വളഞ്ഞു നിൽക്കായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ കൂടെ ആ പഴയ യവന സൈന്യത്തെ മുഴുക്കെ ഭഗവാനും ബലരാമനും കൂടിയിട്ട് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് കുറേ യവനന്മാർ കട്ടുമുടിച്ചിട്ടുള്ള കുറേ സ്വർണ്ണങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ കാളുടെ പുറത്ത് വെച്ചിട്ടും അതുമാതിരി ഭൃത്യന്മാരും തലച്ചുമടൊക്കെ ആയിട്ട് ദ്വാരകയിലേക്ക് കൊണ്ടുപോയിട്ട് വെച്ചു. ആ സമയത്ത് ജരാസന്ധൻ 18ാമത്തെ പ്രാവശ്യം 23 അക്ഷൗഹിണി സൈന്യങ്ങളോട് കൂടിയിട്ട് യുദ്ധത്തിന് വന്നു. അപ്പോൾ എല്ലാ സമയത്തും 17 സമയത്തും ഭഗവാനും ബലരാമനും കൂടിയിട്ട് യുദ്ധം ചെയ്യണ്ടായി. 18ാമത്തെ സമയം വന്നപ്പോൾ കൃഷ്ണനും രണ്ടുപേരും കൂടിയിട്ട് ജരാസന്ധൻ വന്നപ്പോൾ പേടി അഭിനയിച്ചു. അപ്പോൾ കുറേ ധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റിക്കൊണ്ടിരുന്ന സമയത്താണ്, അതായത് യവനന്മാർ ധരിച്ചിട്ടാണ്ട് ഹനിച്ചിട്ട് അവിടെ നിന്ന് വരുന്ന സമയത്താണ് ഈ ധനങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ധനങ്ങളൊക്കെ ഇട്ടിട്ട് നിലത്തിട്ടിട്ട് അവർ രണ്ടുപേരും രാമനും കൃഷ്ണനും കൂടിയിട്ട് ഓടാൻ തുടങ്ങി. 17 വട്ടം യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ജരാസന്ധൻ വിചാരിച്ചത് എന്താ ഇപ്പോൾ രണ്ടുപേരും ഓടണ സംശയമായി. അപ്പോൾ ജരാസന്ധനും അവർ പിന്നാലെ ഓടാൻ തുടങ്ങി. കുറേ ഓടിയിട്ട് രാമനും കൃഷ്ണനും ഓടിയിട്ട് ആ പ്രവർഷണ പർവ്വതം എന്ന് പറഞ്ഞ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ ജരാസന്ധൻ പർവ്വതത്തിൻ്റെ താഴേക്ക് എത്തി. നോക്കുമ്പോൾ രണ്ടുപേരും കാണാനില്ല, എവിടെ മറഞ്ഞു. ജരാസന്ധൻ കുറേ തപ്പി നോക്കി. പർവ്വതത്തിന് മുകളിലേക്ക് കയറി നോക്കാൻ വയസ്സായില്ലേ, കുറച്ച് വിഷമമൊക്കെ തോന്നി. അപ്പോൾ ജരാസന്ധൻ വിചാരിച്ചു, എന്തിനാ അപ്പം ഇനിയിപ്പോൾ ഇവരെ ആക്കണം, ഇവരെ പുകച്ച് പുറത്തേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കുറേ ധാരാളം വറകൊക്കെ കൊണ്ടുവന്നിട്ട് ആ പർവ്വതത്തെ കത്തിക്കാനായിട്ട് ഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. ഭടന്മാർ നേരെ 4 ഭാഗത്തും തീയൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് കത്തിച്ചു. എന്തായാലും ജരാസന്ധൻ വിചാരിച്ചു, ഒന്നുകിൽ രാമനും കൃഷ്ണനും കൂടിയിട്ട് തീയിൽ പെട്ടിട്ട് മരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തേക്ക് ചാടും. പക്ഷേ ആ പർവ്വതം കത്തിക്കൊണ്ടിരുന്നു എന്നല്ലാണ്ട് ഭഗവാനും ബലരാമൻ തൻ്റെ യോഗമായ പ്രഭാവം കൊണ്ട് ദ്വാരകയിലേക്ക് ചെന്ന വിവരമൊന്നും ജരാസന്ധൻ അറിഞ്ഞില്ല. ജരാസന്ധൻ അവിടെ കത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പർവ്വതം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീയിൽ പെട്ട് മരിച്ചുപോയി എന്ന് കരുതിയിട്ട് ജരാസന്ധൻ തൻ്റെ സൈന്യങ്ങളെ കൊണ്ടൊക്കെ തിരിച്ച് മഗധ രാജ്യത്തേക്ക് പോവുകയുണ്ടായി. ആ സമയത്ത് യുദ്ധം ഉണ്ടായില്ല. ആ 23 അക്ഷൗഹിണി പടകളും തിരിച്ച് ജരാസന്ധൻ പോയി. കാരണം രാമനും കൃഷ്ണനും മരിച്ചു എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രേ പോയത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, പിന്നെ ഈ ബലരാമൻ്റെ വിവാഹം ആദ്യം സംസാരിക്കേണ്ടായി. ഈ ആനർത്ത രാജാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, പേര് കകുതുമി. നമ്മൾ മുമ്പേ കകുതുമിയുടെ കഥ നമ്മൾ പറയേണ്ടായിട്ടുണ്ട്. അതായത് ഈ നവമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിൽ പറയേണ്ടായിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, രേവതൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിന് ഈ 100 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ മൂത്ത ആളാണ് കകുതുമി പറഞ്ഞിട്ടുള്ള മകൻ. അദ്ദേഹത്തിന് രേവതി എന്ന് പേരായിട്ടുള്ള ഒരു മകളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം മകളെ കൂട്ടിയിട്ട് കകുതുമി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ പോയതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകൾക്ക്
യോജിക്കുന്ന ഒരു വരനെ കണ്ടുപിടിക്കാനാണ്. ആരായിരിക്കുമെന്ന് ബ്രഹ്മാവിനോട് നേരിട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു. രണ്ടുപേരും കൂടി സത്യലോകത്തിൽ ചെന്നു. അപ്പം ആ ചെന്ന സമയത്ത് അവിടെ ഈ ഹൂ എന്നും ഹാഹ എന്നും പറഞ്ഞിട്ടുള്ള 2 ഗന്ധർവന്മാർ അവരുടെ ടീമെല്ലാം കൂടിയിട്ട് ബ്രഹ്മദേവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പാട്ടൊക്കെ പാടിയിരിക്കുകയായിരുന്നു. അപ്പോൾ സംഗീത സദസ്സ് കണ്ടപ്പോൾ ഈ കകുദ്മിയും അതുമാതിരി മകളും ആ സംഗീത സദസ്സിൽ ലയിച്ചു പോയി. കുറച്ച് നേരം കഴിഞ്ഞിട്ട് സംഗീതമൊക്കെ അവസാനിച്ചപ്പോൾ ബ്രഹ്മദേവനെ കണ്ടിട്ട് നമസ്കരിച്ചു. ബ്രഹ്മാവ് ചോദിച്ചു, എന്താ കകുദ്മി, എന്തേ വന്നത്, മകളാണോ? കുശല പ്രശ്നങ്ങൾ ചെയ്തു. അപ്പോൾ ബ്രഹ്മദേവ, ഞാൻ വന്നത് ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. അതെൻ്റെ മകളാണ്, പേര് രേവതി എന്നാണ്. ഈ കുട്ടിക്ക് അനുയോജ്യനായിട്ടുള്ളൊരു വരനെ ആരുണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ബ്രഹ്മദേവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ കകുദ്മി, ഈ സംഗീത സഭയിൽ വന്നിട്ട് കുറച്ച് നേരം അങ്ങ് ഇരുന്നില്ലേ? അപ്പോൾ ഈ ഇരുന്ന സമയത്ത് തന്നെ ഭൂമിയിൽ 27 ചതുർയുഗം കഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങയുടെ ഭാര്യ മറ്റ് അന്യന്മാരും ആരൊന്നുമില്ല, ഒക്കെ മരിച്ചു പോയിരിക്കണു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രഹ്മാവിൻ്റെ ഒരു നിമിഷമാണ് ഒരു സെക്കൻഡാണ് ഭൂമിയിലെ 365 ദിവസം എന്നൊക്കെ പറഞ്ഞില്ലേ, അതേമാതിരിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അങ്ങയുടെ അനിയന്മാരോ അതുമാതിരി ഭാര്യയോ അതുമാതിരി ബാക്കിയുള്ള മക്കളോ ആരും ഇല്ല, നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വംശം പോലും ഇപ്പോൾ ജീവിച്ചിരിക്കണില്ല, വംശം കൂടിയും പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, വേഗം ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പൊക്കോളൂ. അവിടെ ഭഗവാന്റെ അംശമായിട്ടുള്ള ബലരാമൻ അവതരിച്ചിട്ടുണ്ട്. അങ്ങൊരു കാര്യം ചെയ്തോളൂ, ആ ബലരാമന് അങ്ങയുടെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തോളൂ. ബലരാമൻ എന്തിനാണ് അവിടെ പോയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ മഹാവിഷ്ണു ശ്രീകൃഷ്ണനായിട്ട് അവിടെ പോയിട്ടുണ്ട്. ആദിശേഷനാണ് ബലരാമൻ. അപ്പോൾ അവരൊക്കെ ഈ ഭൂമിയിലെ ഭാരം തീർക്കാനാണ് അവരാണ് പോയിരിക്കുന്നത്. വേഗം അവിടെ പോയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മദേവൻ നിർദ്ദേശിച്ചിട്ട് 2 പേരും ബ്രഹ്മദേവനെ നമസ്കരിച്ച് കുകുദ്മി മകളോട് കൂടിയിട്ട് ഭൂമിയിലേക്ക് വരേണ്ടായി. നേരെ ചെന്നിട്ട് ഈ ബലരാമൻ്റെ അടുത്ത് ചെന്നു, കാര്യങ്ങളൊക്കെ ആലോചിച്ചു. അപ്പോൾ രേവതിയെ വിവാഹം കഴിക്കാമെന്ന് ബലരാമന് സമ്മതിക്കൊക്കെ ഉണ്ടായി. ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറഞ്ഞു, പരീക്ഷത്തെ അങ്ങനെ കുകുദ്മിയുടെ മകളായിട്ടുള്ള രേവതിയെ ബലരാമൻ വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നിർത്തി. ബലരാമൻ്റെ വിവാഹം അവിടെ പറഞ്ഞു തീർത്തു. അതിനുശേഷം ബ്രഹ്മർഷി പറഞ്ഞു, പരീക്ഷത്തെ അത് മാത്രമല്ല, ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള രുക്മിണി എന്ന് പറഞ്ഞിട്ടുള്ള രാജകന്യകയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ശിശുപാലനെയും അദ്ദേഹത്തിൻ്റെ അനുകൂലികളായിട്ട് രാജാക്കന്മാരെയൊക്കെ തോൽപ്പിച്ചിട്ട് അപഹരിച്ചു കൊണ്ടെന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷത്ത് ചോദിച്ചു, അപഹരിക്കേ, അതെന്തിനാ ഭഗവാൻ അങ്ങനെ അപഹരിക്കേണ്ട ആവശ്യം എന്താ സുഖമഹർഷി? അതൊന്ന് ആ കഥയൊന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഭഗവാൻ രുക്മിണിയെ രാക്ഷസ വിധിപ്രകാരമാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ രാജാക്കന്മാരൊക്കെ തോൽപ്പിച്ചത്, കന്യകയെ അപഹരിച്ചത്, ഇതൊക്കെ എനിക്കൊന്ന് വിസ്തരിച്ച് പറഞ്ഞാൽ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. ഈ രാക്ഷസ വിധി പ്രകാരമുള്ള സമ്പ്രദായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 8 തരത്തിലുള്ള വിവാഹം ഉണ്ടെന്നാണ് പറയുക.
അതായത് വിവാഹം, ഭ്രാമം, ദൈവം, ആർഷം, പ്രാജാപത്യം, ഗാന്ധർവം, ആസുരം, രാക്ഷസം, പൈശാചം എന്ന് പറഞ്ഞിട്ടുള്ള 8 തരത്തിലുള്ള വിവാഹങ്ങളുണ്ട് ഇത്ര. ഈ ബന്ധുക്കളെയൊക്കെ തോൽപ്പിച്ച് ആ കന്യകയെ അപഹരിച്ചു കൊണ്ടുവന്ന് വിവാഹം ചെയ്യുന്ന സമ്പ്രദായമാണ് രാക്ഷസം. ഇത് സാധാരണ രാജാക്കന്മാരുടെ ഇടയിലുള്ള ഒരു ഇതാണ്. രാക്ഷസ വിധി പ്രകാരം ശത്രുക്കളെ ബന്ധുക്കളെയൊക്കെ തോൽപ്പിച്ച് കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കുക. അങ്ങനെ തന്നെയാണ് ആരുണ്ടായത്? അർജുനൻ സുഭദ്രയെ വിവാഹം കഴിച്ചതൊക്കെ ആ ലെവലിലാണ്. അതുമാതിരി ഭീഷ്മർ വിചിത്രവീരന് വേണ്ടിയിട്ട് അംബാലികയെ കൊണ്ടുവന്നതൊക്കെ രാക്ഷസ എന്താ പറയുക വിധി അനുസരിച്ചിട്ടാണെന്നാണ് പറയുക. അപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് ചോദിച്ചു എങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്ന് ആരൊക്കെയൊന്ന് വിസ്തരിച്ച് പറയണമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ശ്രീശുക ബ്രഹ്മർഷി ആ രുക്മിണിയെ വിവാഹം കഴിച്ചിട്ടുള്ള ആ കഥ പറയാൻ ആരംഭിച്ചു. പിന്നെ ഈ രുക്മിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിദർഭ രാജ്യത്ത് ഭീഷ്മകൻ എന്ന് പറഞ്ഞിട്ടുള്ള പരമധാർമ്മികനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്ന 5 പുത്രന്മാരുണ്ടായിരുന്നു. രുക്മിണി എന്നൊരു പുത്രി ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലത്ത് തന്നെ ഈ പേരിടുന്ന സമ്പ്രദായങ്ങളൊക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴും ഉണ്ടാകുന്ന സിസ്റ്റമൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ പേര്, അച്ഛൻ്റെ പേര് രാജൻ എന്നാണെന്നുണ്ടെങ്കിൽ രാ വെച്ചിട്ട്, നമ്മുടെ പേര് മാലതി ആണെങ്കിൽ മാ വെച്ചിട്ട്, അപ്പോൾ രാമ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പോൾ രാമഭദ്രൻ, രാമനാഥൻ, രാമകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ആ രാമ വെച്ചിട്ടുള്ള പേരിലൊക്കെ ഇടും. അതേമാതിരിയാണ് വിദർഭ രാജ്യത്തിലെ ഭീഷ്മകന് മക്കൾക്കൊക്കെ രുക്മ വെച്ചിട്ടുള്ള പേരിൽ ഇട്ടുകൊണ്ടൊന്നു അവസാനം ഒരു മകളുണ്ടായി. അതാണ് രുക്മിണി എന്ന പേരിലുള്ള ഒരു പുത്രി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ കാലത്ത് ഓരോ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഈ വഴിപോക്കന്മാരും ആൾക്കാരൊക്കെ വരുമ്പോൾ, അരമനയിൽ വരുമ്പോൾ, സാധുക്കളൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ഭീഷ്മകരൻ്റെ കൂടെ മകളൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഭഗവാൻ കൃഷ്ണനെയും ബലരാമനെയും പറ്റിയിട്ട് ഇങ്ങനെ കീർത്തിക്കാറുണ്ട് അരമനയിൽ വരുമ്പോൾ. അപ്പോൾ ആ കൃഷ്ണൻ്റെ സൗന്ദര്യം, പരാക്രമമൊക്കെ ഈ ഗുണങ്ങളൊക്കെ വർണ്ണിക്കുന്നത് ചെറുപ്പകാലം തൊട്ടിട്ട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ രുക്മിണി കേട്ടുകൊണ്ടിരുന്നുണ്ടായിരുന്നു. അപ്പോൾ കേട്ടിട്ട് ആ ഭഗവാനിൽ, കൃഷ്ണനിൽ വളരെ സ്നേഹം തോന്നി. ആർക്ക്? വളർന്നുകൊണ്ട് വന്നു. കണ്ടിട്ടില്ല. അതുമാതിരി രുക്മിണിയെ പറ്റിയിട്ട് കൃഷ്ണനും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലെങ്കിലും അവരെ പറ്റിയിട്ടുള്ള വർണ്ണന കേട്ടുകൊണ്ട് രണ്ടുപേരുടെയും മനസ്സിൻ്റെ ഉള്ളിൽ ഈ പരീക്ഷിത് മഹാരാജാവെ പ്രേമം ഉദിച്ചു എന്ന് പറയണത്. അപ്പോൾ ഭീഷ്മക രാജാവിന് ആ മകളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൃഷ്ണനെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ് താല്പര്യം, അച്ഛന് താല്പര്യം കൊടുക്കാനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് രുക്മിക്ക് കൃഷ്ണനോട് ഭയങ്കര ദേഷ്യമാണ്, ഈഗോ. അതുകൊണ്ട് അച്ഛൻ്റെയും ആ രുക്മിണിയുടെയും ഇഷ്ടത്തിനെതിരായിട്ട് രുക്മി തൻ്റെ സഹോദരിയെ ശിശുപാലന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശഠിച്ചു. അപ്പോൾ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ടെങ്കിൽ അച്ഛന്മാരുടെ വോയിസൊക്കെ നിന്നു. അപ്പോൾ മക്കൾ പറഞ്ഞത് കേൾക്കുക. അങ്ങനെയല്ലേ എപ്പോഴും സംഭവിക്കണം, അങ്ങനെയല്ലേ? ഇന്നത്തെ കാലത്തും ഒരു അച്ഛനമ്മയൊക്കെ കുട്ടികളൊക്കെ വലിയ വലിയ ആൾക്കാരായിട്ടുണ്ടെങ്കിൽ കുട്ടികൾ പറഞ്ഞാൽ കേൾക്കേണ്ട ഗതിയാണ് അച്ഛനമ്മമാർക്ക്. പഴയ കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കാണിക്കാനാണ്. അപ്പോൾ രാജാവിനത് സമ്മതിക്കേണ്ടി വന്നു, ഭീഷ്മകനത് സമ്മതിക്കേണ്ടി വന്നു.
അപ്പോൾ രുക്മി ഇങ്ങനെ തീരുമാനിച്ചു അനിയത്തിനെ ശിശുപാലന് വിവാഹം കഴിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി അങ്ങോട്ട് ആകെ തളർന്നു പോയി, വിഷമിച്ചു. എന്താ ചെയ്യാന്നായി, നിവർത്തിയില്ല. ഏട്ടൻ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വേറൊരു അപ്പീലില്ല. അച്ഛന് നിവർത്തികളുണ്ട്, അച്ഛൻ സമ്മതിച്ചു. ഇനി എനിക്ക് രക്ഷയില്ല, ഇനിയിപ്പോൾ മരിക്കുക നിവർത്തിയുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യാം. തൻ്റെ വിശ്വസ്തനായിട്ടുള്ള ഒരു ബ്രാഹ്മണ സുഹൃത്തുണ്ടായിരുന്നു, ആർക്ക്, രുക്മിണിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചു, ബ്രാഹ്മണ ഇങ്ങോട്ട് വരൂ, കൊട്ടാരത്തിലേക്ക് വരൂ പറഞ്ഞു. ചെന്നു. എന്നിട്ട് പറഞ്ഞു, അതെ ഇങ്ങനെ കോൺഫിഡൻഷ്യലായിട്ടുള്ളൊരു കാര്യമാണ്, ഒരു ദൂത് പോകണം. അവിടെ ദ്വാരകയിൽ കൃഷ്ണനുണ്ട്, കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് ഞാനൊരു കത്ത് തരാം, ആ കത്തൊന്ന് കൊണ്ടേ കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മളൊക്കെ എന്ന് പറയാറുള്ള ലവ് ലെറ്റർ അന്നത്തെ കാലത്ത് തന്നെ ഉണ്ട്. ആദ്യത്തെ ലവ് ലെറ്റർ ഭഗവാൻ കൃഷ്ണനാണ് കൊടുത്തിരിക്കുന്നത്. ആര്, എന്താ പറയുക, രുക്മിണി ദേവി. ആ ബ്രാഹ്മണൻ അവിടെ എത്തി. അപ്പോൾ ദ്വാരകയിലെത്തിയപ്പോൾ ഭഗവാൻ അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. ആ ബ്രാഹ്മണനെ കണ്ടപ്പോൾ ഭഗവാൻ വേഗം നീറ്റു എന്ന് നമസ്കരിച്ചു, കൂട്ടി കൊണ്ടുപോയി ഒരു സിംഹാസനത്തിൽ പിടിച്ചിരുത്തിയിട്ട് ആ പാദപൂജയൊക്കെ ചെയ്തു. പണ്ടത്തെ കാലത്ത് സിസ്റ്റം അങ്ങനെയാണ്. ചെന്ന് നമസ്കരിക്കുക, ബ്രാഹ്മണനെ കണ്ടെങ്കിൽ ബ്രഹ്മത്തെ അറിഞ്ഞവണ്ണല്ലേ പറയുക, ഒക്കെ ചെയ്തു എന്നാണ് പറയണത്. എന്നിട്ട് നല്ല ആഹാരമൊക്കെ നൽകി സൽക്കരിച്ചു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിലൊക്കെ തടവി കൊടുത്ത് ഭഗവാൻ ചോദിച്ചു, എന്താ അങ്ങ് ആരാണ്, എവിടുന്നാണ് വരണത്, എന്താ ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ, ഇങ്ങനെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചില്ലല്ലോ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ, അങ്ങ് എവിടുന്നാണ് വരണമെന്നൊക്കെ ചോദിച്ചു. കുറച്ച് കുശല പ്രശ്നങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, അങ്ങ് ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്, രാജ്യത്ത് അവർ രാജാവ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, പ്രജാപരിപാലനമൊക്കെ കറക്റ്റായിട്ട് ചെയ്യണില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നതിൻ്റെ ഉദ്ദേശം എന്താ, അതൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ. ഇനിയിപ്പോൾ രഹസ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണ്ട, എന്തായാലും വന്ന കാര്യം എന്നോട് പറയൂ എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാം അറിയുന്ന ഭഗവാൻ ആ ബ്രാഹ്മണനോട് ചോദിക്കണം. ഭഗവാൻ അറിയാം ബ്രാഹ്മണൻ ആരാ, എവിടുന്ന വരുന്നത്, എന്താ വരണം എന്നൊക്കെ അദ്ദേഹത്തിന് ഭഗവാൻ അറിയാം. അപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണൻ പറഞ്ഞു, അതേ കൃഷ്ണ, ഞാനിപ്പോൾ വന്നതേ ധർമ്മപരിപാലനത്തിന് എവിടെയും വിഘ്നങ്ങളൊന്നുമില്ല, ഇവക പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വരുന്നത് വിദർഭ രാജ്യത്തു നിന്നാണ് വരുന്നത്. എന്നെ അവിടെ രുക്മിണി അങ്ങയെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട് ഒരു സന്ദേശം തന്നിട്ടുണ്ട്, അത് തരാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്, അങ്ങയെ അറിയിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ തന്നെയാണ് രുക്മിണി പറഞ്ഞത്. പണ്ടത്തെ കാലത്ത് എഴുത്തുകുത്തുകളും ഒന്നുമില്ല, ഒരു ഇതിൽ എഴുതുകയുള്ളൂ മെസ്സേജ്. എന്നിട്ടത് ബ്രാഹ്മണൻ പോയിട്ട് അവിടെ വായിച്ച് കേൾപ്പിക്കുക ചെയ്യുക. അപ്പോൾ ബ്രാഹ്മണൻ്റെ അടുത്ത് എന്നാ പറഞ്ഞു, എന്നാൽ വായിച്ചോളൂ, അങ്ങ് വായിച്ചോളൂ, എന്താ പറഞ്ഞത് എന്നാ പറഞ്ഞത്. അപ്പോൾ ആ വായിക്കുമ്പോൾ ആദ്യത്തെ ഭഗവാനെ വിളിച്ചത് തന്നെ ഭുവനസുന്ദര എന്നാണ് വിളിച്ചത്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഭഗവാനെ പറ്റിയിട്ട് പുകഴ്ത്തി പറഞ്ഞു, രുക്മിണി പറഞ്ഞു. അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നിട്ട് പറയാണ്, ഞാൻ അങ്ങയെ കുറേ കാലമായിട്ട് ആഗ്രഹിക്കണു, അങ്ങ് എനിക്ക് പതിയായിട്ട് വരണം. ഇനി അങ്ങ് അഥവാ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കളയും, എൻ്റെ ജീവനും ശരീരമൊക്കെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടിയിട്ട് അർപ്പിച്ചിട്ട് കുറേ കാലമായിട്ടിരിക്കണു. അതുകൊണ്ട് വേഗം ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് ദയ കാണിച്ചിട്ട് ആ രാക്ഷസ വിധിപ്രകാരം എന്നെ കട്ടുകൊണ്ടുപോകണം. ഇനിയിപ്പോൾ ശിശുപാലൻ വന്നിട്ട് എന്നെ കൊണ്ടുപോവച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം കളയുള്ളൂ എന്നൊക്കെ രുക്മിണി പറയണ്ടായി. ഇപ്പം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പറയുക. അതേമാതിരി ഇതൊക്കെ ഭാഗവതത്തിൽ കാണിച്ചു തരികയാണ്, നമുക്കൊക്കെ കാണിച്ചു തരികയാണ്. ആ വിചാരിച്ച ആളെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ
ഈ പറഞ്ഞ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, കൃഷ്ണ, എൻ്റെ കല്യാണം മറ്റന്നാൾ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങയുടെ സൈന്യത്തെ കൂട്ടി വന്നിട്ട് ആ ചേതി രാജാവ് ശിശുപാലനുണ്ട്, ജരാസന്ധനുണ്ട്, അവരൊക്കെ തോൽപ്പിക്കണം. എന്നിട്ട് രാക്ഷസ വിദ്യ അനുസരിച്ചിട്ട് എന്നെ അപഹരിച്ച് കൊണ്ടുപോയിട്ട് വിവാഹം കഴിക്കണം. ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങ് വിഷമിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ എങ്ങനെ ഇപ്പോൾ ഈ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ, അരമനൻ്റെ ഉള്ളിൽ ബന്ധുക്കളൊക്കെ ഉള്ളപ്പോൾ എങ്ങനെ അപഹരിച്ച് കൊണ്ടുപോകാൻ വിചാരിക്കൊന്നും വേണ്ട. ഞാനതിലൊരു ഉപായം പറഞ്ഞുതരാം കൃഷ്ണ. നാളെ വൈകുന്നേരം ഞാൻ ഒരു കാർത്യായനി ദേവിയുടെ അമ്പലമുണ്ട് അടുത്ത്. ആ അമ്പലത്തിലേക്ക് ഞാൻ തൊഴാൻ പോവും. അപ്പം എൻ്റെ ബന്ധുക്കളൊന്നും ആരും കൂടെ ഉണ്ടാവില്ല, എൻ്റെ തോഴിമാർ മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. അധികം ആൾക്കാരൊന്നും ഞാൻ കൊണ്ടുവരുന്നില്ല, 2-3 തോഴിമാരേ ഉണ്ടാവുള്ളൂ. ഞാൻ തൊഴുതിട്ട് പുറത്തിറങ്ങുക വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗത്ത് അങ്ങ് രഥം കൊണ്ടുവന്ന് നിർത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വന്ന് അതിൽ കയറിക്കൊണ്ട്, ഇനിയിപ്പോൾ അങ്ങയ്ക്ക് ബന്ധുക്കളെ കൊല്ലേണ്ട ആവശ്യമൊന്നും വരില്ല, എന്നാൽ എന്നെ അങ്ങയ്ക്ക് അപഹരിച്ച് കൊണ്ടുപോകാനും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജൊക്കെ കൊടുത്തു. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. കൃഷ്ണന് എന്താ ചെയ്യേണ്ടതെന്നുള്ളതായി. ബ്രാഹ്മണൻ എന്തെങ്കിലും ഒരു വാക്ക് ഭഗവാൻ മൊഴിയാൻ വേണ്ടിയിട്ട് കാത്തുകൊണ്ട് നിൽക്കുകയാണ്. ബ്രാഹ്മണൻ അവസാനം പറഞ്ഞു, ഹേ കൃഷ്ണ, ഇതാണ് രുക്മിണിയുടെ സന്ദേശം. ഇനി അവിടത്തേക്ക് യുക്തമായിട്ട് എന്താ തോന്നുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതുമാതിരി ചെയ്യാമെന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ എന്നായി ആര്? കൃഷ്ണനും. ഞാൻ വേണ്ടമാതിരിയൊക്കെ ചെയ്തു തന്നുകൊണ്ട് ഇപ്പോൾ പൊക്കോളൂ, അവിടെ പോയിട്ട് ഞാൻ അങ്ങ് പോയിട്ട് രുക്മിണിയോട് പറഞ്ഞോളൂ, ഞാൻ സമയത്തിന് വേണ്ട മാതിരിയൊക്കെ വന്നിട്ട് രുക്മിണി പറഞ്ഞ മാതിരിയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണനെ പറഞ്ഞയക്കാനുണ്ടായത്. എന്തായാലും നമുക്ക് ഈ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ശ്രീ ശുകബ്രഹ്മർഷി നിർത്തിയത്. അടുത്ത കാര്യങ്ങൾ എന്താ ഉണ്ടായെന്നുള്ളത് നമുക്ക് അടുത്ത അധ്യായം വായിക്കുമ്പോൾ പറയാം. അങ്ങനെ 52-ാമത്തെ അധ്യായത്തിൽ ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ്, ഇത്തം സ അനുഗൃഹീതോ അംഗ കൃഷ്ണേന ഇക്ഷാകുനന്ദന തം പരിക്രമ്യ സന്നമ്യ നിശ്ചക്രാമ ഗുഹാമുഖ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹേ പരീക്ഷിത് മഹാരാജാവേ, ആ ഇക്ഷാകു വംശകനായിട്ടുള്ള മുചുകുന്ദ ചക്രവർത്തിയെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ച് ആ സമയത്ത് മുചുകുന്ദൻ ഭഗവാനെ പ്രദക്ഷിണങ്ങളൊക്കെ ചെയ്തിട്ട് ആ ഭഗവാന്റെ കൽപ്പന അനുസരിക്കാനുള്ള ആ ആഗ്രഹം കൊണ്ട് അവിടെ താമസിക്കാതെ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അതാണ് നിശ്ചക്രാമ ഗുഹാമുഖ എന്ന് പറഞ്ഞത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ പറയാണ്, സ വീക്ഷ ക്ഷുല്ലകാൻ മർത്യാൻ പശൂൻ വിരുദ് വനസ്പതിൻ മത്വ കലിയുഗം പ്രാപ്തം ജഗാമ ദിശമുത്തരം എന്ന് പറഞ്ഞു. ഈ ക്ഷുല്ലകാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉയരം കുറഞ്ഞിട്ടുള്ളത്, മർത്യ എന്ന് പറഞ്ഞാൽ മനുഷ്യർ, പശു എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, വിരുദ വനസ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടികൾ, വൃക്ഷങ്ങൾ, കാര്യങ്ങളൊക്കെ വീക്ഷ്യ കണ്ടിട്ട് എന്താണ് കലിയുഗം പ്രാപ്തം, കലിയുഗം വന്നു എന്ന് കരുതിയിട്ട് ജഗാമ ദിശ ഉത്തരാം, ഉത്തരദിശയിലേക്ക് വടക്കോട്ട് അദ്ദേഹം യാത്രയായി എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി അവിടെ പോയിട്ട് തപ ശ്രദ്ധായുധോ ധീരോ നിസ്സംഗോ മുക്തസംശയ സമാധായ മനഃകൃഷ്ണേ പ്രാവിശദ് ഗന്ധമാദനം എന്ന് പറഞ്ഞു. ആ തപ ശ്രദ്ധായുധ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തപസ്സിൽ ശ്രദ്ധയുള്ളവനായിട്ട്,
ധീര എന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട്, നിസ്സംഗ എന്തിനും സംഘമില്ലാത്ത ആസക്തികളൊന്നുമില്ലാത്തവനായിട്ട്, മുക്തസംശയ സംശയം ഒട്ടും ഇല്ലാത്തവനായിട്ട്, കൃഷ്ണനിൽ എന്താണ് മനസ്സിനെ സമാധായ അത് ഉറപ്പിച്ചിട്ട് ഗന്ധമാദന പർവ്വതത്തിൽ പ്രവേശിച്ചു. അതാണ് പ്രാവശ്യത് ഗന്ധമാദനം എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഗന്ധമാദന പർവ്വതത്തിലേക്ക് നടന്നു എന്നാണ് പറയുന്നത് മുഴുകുന്ദൻ. ഇനി അവിടെ പോയിട്ട് എന്താ ചെയ്തത്? ബദരി ആശ്രമം ആസാദ്യ നരനാരായണാലയം സർവദ്വന്ദ് സഹശാന്ത തപസാരാധന യത് ഹരീം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നരനാരായണാശ്രമമാണ് ബദരിയിലുള്ളത്. അതാണ് ബദരി ആശ്രമം. അവിടെ ആസാദ്യ പ്രാപിച്ചിട്ട് സർവദ്വന്ദ് സഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പവിടെ ശീതവും തണുപ്പും ഈ രണ്ട് ഭാവങ്ങളൊക്കെ സഹിക്കുന്നവനായിട്ട്, ശാന്ത വളരെ ശാന്തിയോട് കൂടിയിട്ട്, തപസ് കൊണ്ട് ഹരിം ആരാധയത് ഹരിയെ പൂജിച്ചു കൊണ്ടുവന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകത്തിൽ പറയാണ്, ഭഗവാൻ പുനരാവ്രജ്യ പുരീം യവനവേഷ്ടിതാം ഹത്വ മ്ലേച്ഛഫലം നിന്യേ തദീയം ദ്വാരകാം ധനം എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പിന്നീട് യവനവേഷ്ടിതാം ആ യവനന്മാരാൽ വളഞ്ഞപ്പെട്ടിരിക്കുന്ന ആ ദ്വാരകാപുരിയെ ആവൃജ്യ വന്നിട്ട് മ്ലേച്ഛബലം ആ മ്ലേച്ഛ സൈന്യത്തെ ഹത്വ ഹനിച്ചിട്ട് ഈ തദീയം അവരുടെ കയ്യിലുള്ള ധനം ആ ധനത്തെ ദ്വാരകയെ നയിച്ചു, ദ്വാരകയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ്. അവരുടെ കുറേ പൈസയൊക്കെ ഉണ്ടായിരുന്നു, പണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഭഗവാൻ അവരൊക്കെ ഹനിച്ചിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഇനി അടുത്ത ശ്ലോകം പറയാണ്, നീയമാനേ ധനേ ഗോഭിർ നൃഭിശ്ചച്യുതചോദിതൈ ആജകാമ ജരാസന്ധ ത്രയോവിംശതി അനീകപ എന്ന് പറഞ്ഞു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്യുത ചോദിതൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്യുതനാൽ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുള്ള നൃഭി മനുഷ്യരെ, ഗോപി കാളകളെ കൊണ്ട് ധനമൊഴുക്കെ കൊണ്ടുപോണ സമയത്ത് എന്തുണ്ടായേ? ജരാസന്ധൻ ത്രയോവിംശതി നീകപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനീകപ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 23 അക്ഷൗഹിണി പടയുടെ അധിപതിയായിട്ടുള്ള ജരാസന്ധൻ ആജകാമ അവിടെ എത്തിപ്പെട്ടു, ഭഗവാനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാണ്, വിലോക്യ വേഗരഭസം രിപുസൈന്യസ്യ മാധവൗ മനുഷ്യചേഷ്ടാം ആപന്നൗ രാജൻ ദുധ്രുവദുർധൃതം എന്ന് പറഞ്ഞു. ഈ ശത്രു സൈന്യത്തിൻ്റെ കാര്യങ്ങൾ കണ്ടപ്പോൾ, ആ കുറേ 23 അക്ഷൗഹിണി പടകളെ കണ്ടപ്പോൾ, വിലോക്യ കണ്ടപ്പോൾ മനുഷ്യചേഷ്ട ആ മനുഷ്യ സ്വഭാവത്തെ ആപന്നവും പ്രാപിച്ചവരായിട്ട് മാധവവും ആ മാധവന്മാർ, അതായത് രാമനും കൃഷ്ണനും ദ്രുതം വേഗത്തിൽ, ദുദ്രുവധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓടി. ആ സൈന്യങ്ങളെ കണ്ടപ്പോൾ ഈ മനുഷ്യധർമ്മങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാർ അത് കാരണം പേടിച്ചിട്ട് അവർ ഓടാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനറിയാം ജരാസന്ധനെ ഭഗവാന് കൊല്ലാൻ പറ്റില്ല എന്നുള്ളത് അറിയാം, എങ്ങനെ വധിക്കേണ്ടതെന്നും അറിയാം. താൻ ജരാസന്ധനെ കൊല്ലുകയാണെന്നുണ്ടെങ്കിൽ അവന് മോക്ഷം കിട്ടും, അവൻ മോക്ഷം കിട്ടാൻ അർഹിക്കുന്നില്ല. അപ്പോൾ ആ തക്കതായ സമയത്ത് ഭീമസേനനെ കൊണ്ട് അവനെ കൊല്ലിക്കണം എന്നുള്ള
ചിന്ത ഭഗവാന്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഭഗവാൻ അറിയാം ആരെ കൊണ്ടാണ് കൊല്ലാൻ പറ്റുക എന്നുള്ളതൊക്കെ. അത് കാരണം കൊണ്ടാണ് ഭീരുവിനെ പോലെ ഓടാൻ തുടങ്ങി എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ശ്ലോകത്തെ പറയാണ്, വിഹായ വിത്തം പ്രചുരം അഭീതൗ ഭീരുഭീതവത് പദ്ഭ്യാം പത്മപലാശാഭ്യാം ചേരദുർ ബഹുയോജനം എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ അഭീത പറഞ്ഞ ഭയപ്പെടാത്തവർ, ഭീരുഭീതവത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭീരുക്കളേക്കാൾ ഭയപ്പെട്ടവരെന്ന മാതിരി ഭയങ്കര പേടിച്ചിട്ട് ആ പത്മപലാശാഭ്യം പറഞ്ഞ താമരപ്പൂ പോലെയുള്ള പദ്ഭ്യം കാലുകളെ കൊണ്ട് ആ ഭഗവാൻ ബഹുയോജനം ചേരതു ഓടിപ്പോയി എന്നാണ് പറഞ്ഞത്. തൻ്റെ മനോഹരമായ കാലുകളെ കൊണ്ടൊക്കെ അതിൽ കല്ലും മുള്ളൊക്കെ ചവിട്ടിയിട്ട് ആ രാമനോട് കൂടിയിട്ട് പോയി എന്നുള്ളതാണ് ആ പറഞ്ഞത്. ഇനി എന്തായാലും ബാക്കി നമുക്ക് നാളെ പറയാം. തൽക്കാലം ഇന്നിപ്പോൾ ഇവിടെ നിർത്താം. ഹരി നാരായണ, ഹരേ രാമ 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 ഹരി ഹരി, ഹരേ കൃഷ്ണ 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 ഹരി ഹരി.